മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ആ ഫെസ്റ്റിവലിൽ ഓരോ ദിവസവും ഓരോ സെലിബ്രിറ്റികളെ, പൊളിറ്റിക്കൽ സെലിബ്രിറ്റി അല്ലാതെയുള്ള സാഹിത്യകാരന്മാർ സെലിബ്രിറ്റികളെയൊക്കെ വിളിക്കുന്നു. അവർ ആളുകളുമായി സംവാദം നടത്തുന്നു. അതിൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാതൃഭൂമി ചാനലിൽ വരുന്നു. ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. അവിടെ സ്വരാജ്, എം സ്വരാജ്, CPM-ന്റെ താത്വിക ആചാര്യനായിട്ടുള്ള എം സ്വരാജ് എഴുതുകയും വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന, CPM-നകത്തുള്ള ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു പേരുണ്ട് കേരളത്തിൽ. സാഹിത്യകാരന്മാരുടെ ഒക്കെ അദ്ദേഹത്തിന് ഒരു പേര്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ആഡിയൻസ് ഉണ്ട് കേരളത്തിൽ. ഇന്നലെ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ഇരട്ടച്ചങ്കൻ എന്ന് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തിരുന്നല്ലോ, അത് ശരിയാണോ? ഉടൻ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, പച്ചക്കള്ളവും നുണയുമാണ് പറയുന്നത്. കനകക്കുന്ന് എന്ന് പറയുന്നത് തന്നെ മനോഹരമായൊരു സ്ഥലമാണ്. മാതൃഭൂമിയുടെ പരിപാടി അതിനേക്കാൾ മഹത്തരമാണ്. ഏറ്റവും മഹത്തരമാണ് ഒരു സംവാദവേദി. അവിടെ വന്നിരുന്ന് പച്ചയ്ക്ക് നുണയും കള്ളവും പറയാൻ കഴിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളിന് ചേർന്നതല്ല. ഇത് ചോദ്യം ചെയ്യാത്തൊരു സമൂഹം മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും പറയാം. താങ്കൾ ഏത് ലോകത്താണ് താമസിക്കുന്നത് മിസ്റ്റർ സ്വരാജ്? വ്യക്തിപരമായ ഒരു ശത്രുതയില്ല കേട്ടോ, താങ്കളുടെ ആ വിഷയത്തോടുള്ള സമീപനമാണ്. താങ്കൾ പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട ആരും പറഞ്ഞില്ല ഇങ്ങനെ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞപ്പോൾ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ വരവ്, ശ്രീ പിണറായി വിജയന്റെ ആദ്യത്തെ വരവിൽ അദ്ദേഹത്തെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചു. വ്യാപകമായി ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നു. ഒരാൾ തിരുത്തി പറഞ്ഞില്ല, അങ്ങനെ പറയരുത്, വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞില്ല. അതിനുശേഷം കാരണഭൂതനായി തിരുവനന്തപുരം CPM-ന്റെ ജില്ലാ സമ്മേളനത്തിനനുബന്ധിച്ച് തിരുവാതിര നടന്നു, മെഗാ തിരുവാതിര നടന്നു. ആയിരങ്ങൾ പങ്കെടുത്ത മെഗാ തിരുവാതിര നടന്നു. അതിനെ ആരും തള്ളിപ്പറഞ്ഞില്ല. അപ്പൊ ഇരട്ടച്ചങ്കനായി, കാരണഭൂതനായി. അത് കഴിഞ്ഞ് വീണ ജോർജ് അസംബ്ലിയിൽ ഇവിടെ ഒരു കപ്പലുണ്ടെന്നും കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ടെന്നും പറഞ്ഞ് ഈ കപ്പൽ മുങ്ങില്ല സാർ എന്ന് പറഞ്ഞ് കപ്പിത്താനാക്കി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കി. രണ്ടാം ഭരണത്തിലേക്ക് വന്നപ്പോൾ ക്യാപ്റ്റനാക്കി. അതെല്ലാം പോട്ടെ, അതൊക്കെ ആളുകൾ ഇട്ടത്, വിശ്വാസികളോ അല്ലെങ്കിൽ ഇതിന്റെ അനുയായികൾ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയും ഉത്തരവാദിത്തപ്പെട്ട ആരും ഇട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും തള്ളിപ്പറഞ്ഞില്ല. ഒരുപക്ഷെ പിണറായി വിജയനെതിരെ ആയിരുന്നില്ല എന്ന് വിചാരിക്കുക. സ്വരാജിന് അനുകൂലമായിട്ടാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പാർട്ടി പ്രസ്താവന ഇറക്കിയതിനെ തള്ളിപ്പറഞ്ഞതിനെ. എന്നിട്ട് ഇനിയും ഒരു കാര്യം നടന്നു. സ്വരാജ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിനകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സംഘടന, സർവീസ് സംഘടന, ദ ലെജൻഡ് എന്നൊരു ഡോക്യുമെന്ററി ഇറക്കി. ഇതെല്ലാം ചെയ്തത് പിണറായി വിജയന് അനുകൂലമായിട്ടാണ്. ഇനി ലെജൻഡ് ഡോക്യുമെന്ററി ഇറക്കിയെന്ന് മാത്രമല്ല, തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് ജയിച്ചപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ, ഇലക്ഷൻ മാനേജർ എന്നുള്ള നിലയിൽ VD സതീശന് പേരുണ്ടാവുകയും VD സതീശനെ ക്യാപ്റ്റൻ എന്ന ആളുകൾ വിളിക്കുകയും ആ VD സതീശന് തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു സ്പെഷ്യൽ സ്വീകരണം കൊടുക്കുകയും, സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല, ഒരു മാലയൊക്കെ ഇട്ട് അങ്ങ് സ്വീകരിക്കുകയും സതീശനെ എടുത്തു പൊക്കുകയൊക്കെ ചെയ്തു VD സതീശനെ. അപ്പോൾ അവിടെ വെച്ച് VD സതീശൻ പറഞ്ഞു, ഇവിടെ ക്യാപ്റ്റൻ ഒന്നുമില്ല, ഇവിടെ ഞങ്ങളെ പാർട്ടിയില്ലാത്ത എല്ലാവരും നേതാക്കളാണ്, ക്യാപ്റ്റൻ ഒന്നുമില്ല എന്ന്. K മുരളീധരൻ അത് ശക്തമായി പറഞ്ഞു. രമേശ് ചെന്നിത്തല ശക്തനായി പറഞ്ഞു, ഇവിടെ ക്യാപ്റ്റനും പിന്നെ കോച്ചും ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും ഒരേ പാർട്ടി. ആ തള്ളിപ്പറയലെങ്കിലും CPM ചെയ്തോ? സ്വരാജ് ചെയ്തായിരുന്നോ? സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടായിരുന്നോ? ഇങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ സഖാക്കളാവട്ടെ, അനുയായികളാവട്ടെ, അഭ്യുദയകാംക്ഷികളാവട്ടെ ആരും ഇങ്ങനെ പേരിട്ടൊന്നും വിളിക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒരു വ്യക്തിപൂജയില്ല എന്ന് പറഞ്ഞോ? സഖാവ് EMS-നും AKGക്കും P കൃഷ്ണപിള്ളയ്ക്കും പിന്നെ തുടങ്ങി VS അച്യുതാനന്ദൻ വരെയുള്ള ആളുകൾക്ക് കിട്ടാതിരുന്ന ഒരു പേരും പെരുമയും PR വർക്കും അതിശക്തമായ രീതിയിൽ പിണറായി വിജയന് കിട്ടിയപ്പോൾ അത് പിണറായി വിജയനും നന്നായി ആസ്വദിച്ചു. സഖാക്കൾ പരമാവധി അത് പ്രചരിപ്പിച്ചു. ധാരാളം ട്രോളുകൾ അതിന്റെ ഭാഗമായി അനുകൂലമായി വന്നു. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വർത്തമാനം വന്നു. ഇതൊക്കെ വന്നിട്ടും സ്വരാജ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്വരാജ് ഏത് ലോകത്താണ് താമസിക്കുന്നത് അറിയില്ല. എന്നിട്ടും സ്വരാജ് തള്ളിപ്പറഞ്ഞില്ല. ആരും പറയുന്നില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആരും പറയുന്നില്ല എന്ന് പറഞ്ഞോളൂ. ഞാനിതാ തള്ളിപ്പറയുന്നു. തള്ളിപ്പറയണ്ടേ സ്വരാജ്? അതായത് ഇരട്ടച്ചങ്കനെന്നും കാരണഭൂതനെന്നും ലെജൻഡ് എന്നും ഡോക്യുമെന്ററി തയ്യാറാക്കിയതും, ജീവിച്ചിരിക്കുന്ന ഒരാളിനെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കിയതും, അതുപോലെ തന്നെ പിന്നെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞതും കപ്പിത്താൻ എന്ന് പറഞ്ഞ എല്ലാം ഞാൻ തള്ളിക്കളയുന്നു. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുന്നു എന്ന് പറയാതെ വളരെ പഞ്ചാരെ പൊതിഞ്ഞ മറുപടി പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. ഓരോന്ന് കേട്ടോണ്ടിരുന്നു, അത്ര തന്നെ, വേറെ കാര്യമൊന്നുമില്ല.
അതുപോലെ തന്നെ പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യവും കൂടി, അതും കൂടി പറഞ്ഞിട്ട് പോകാം. വെള്ളാപ്പള്ളി നടേശനെ എതിരെ നിങ്ങൾ പറഞ്ഞോ എന്ന ആളുകൾ ചോദിച്ചപ്പോൾ താങ്കൾ എത്ര വളരെ 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 മേളിൽ, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമാകാറില്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങൾ ഇട്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ കേരളം കത്തി നിൽക്കുന്ന സമയത്ത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അതിശക്തമായി CPM ഒരു പരോക്ഷ പിന്തുണ കൊടുത്ത സമയത്ത് സ്വരാജ് മിണ്ടാതിരുന്നു, ഒരക്ഷരം മിണ്ടിയില്ല. സ്വരാജ് ഒരു കാര്യം മനസ്സിലാക്കുക, സ്വരാജിന്റെ പ്രായം വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും RSPയിലും ഫോർവേഡ് ബ്ലോക്കും തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളിൽ 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. അവരെ രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാരായിട്ടാണ് പറയുന്നത്. 50 വയസ്സ് വരെയും ചെറുപ്പക്കാരെന്ന് പറയും. അങ്ങനത്തെ ഒരു 45 വയസ്സ് വെച്ചോളൂ, 45-50 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ ആണ് തിരുത്തൽ ശക്തി. അത് DYFIയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പിന്നെ AVFന്റെ ഒക്കെ പേരിലാണെങ്കിൽ അവരാണ് തിരുത്തൽ ശക്തി. യൂത്ത് കോൺഗ്രസിനെ തിരുത്തിയിട്ടുള്ളത് AK ആന്റണി അടക്കമുള്ള, G കാർത്തികൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് ആണ് ഒരു കാലഘട്ടത്തിൽ. ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ള ആളുകൾ. CPM എടുത്താലും നിങ്ങളുടെ മുൻനിരക്കാരായിട്ടുള്ള മുൻപ് ഇവിടെ വന്ന് അതിൽ നിന്ന് മാറി പാർട്ടിയിലേക്ക് പോയിട്ടുള്ള M വിജയകുമാർ അടക്കമുള്ളവരോട്, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് M വിജയകുമാർ അടക്കമുള്ളവരോടൊന്ന് ചോദിക്കണം. അതായത് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലും പാർട്ടി സമ്മേളനങ്ങളിലും ഏറ്റവും കൂടുതൽ തിരുത്തൽ ശക്തിയായി നിൽക്കുന്നത് SFIയും DYFIയുമാണ്. SFIക്കാരും DYFIക്കാരും ആദർശത്തിന്റെ പരിശുദ്ധി സൂക്ഷിക്കുകയും മുഖം നോക്കാതെ കണ്ണടച്ച് അഭിപ്രായം പറയുകയും ചെയ്യുമായിരുന്നു. ആ കാലം പോയി. അതുകൊണ്ട് അതൊക്കെ പോയി. മാതൃഭൂമിയുടെ ഒരു പരിപാടി വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ പരിപാടി കേൾക്കാനും കേരളത്തിൽ ഒരു സമൂഹം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സമൂഹത്തിന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളതാണ് സങ്കടം. താങ്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയെ ന്യായീകരിച്ച് പറയേണ്ടി വരും. പക്ഷേ പാർട്ടി ഇത് ന്യായീകരിച്ച് പറയുമ്പോൾ ജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് ചാനലുകൾ വരുമ്പോൾ ജനങ്ങൾക്ക് മറവിയുണ്ടെങ്കിലും ചാനലുകൾക്ക് മറവിയില്ല, സോഷ്യൽ മീഡിയക്ക് മറവിയില്ല. അവിടെ ഈ കാരണഭൂതനും തിരുവാതിരയും അതുപോലെ തന്നെ ക്യാപ്റ്റനും ലെജൻഡും ഡോക്യുമെന്ററിയും ഇരട്ടച്ചങ്കനുമെല്ലാം ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. അത് വല്ലപ്പോഴും എടുത്ത് സ്വരാജ് കാണുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഇങ്ങനത്തെ മീറ്റിങ്ങുകളിലൊക്കെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞാൽ കുറച്ചുകൂടി ഔചിത്യം ഉണ്ടായിരിക്കും.